ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫോട്ടോമ്മേ അപ്പോൾ എൻ്റെ ഏറ്റവും താഴെയുള്ള മകനാണ് കേട്ടോ ഷൈട്ട തൊപ്പിൽ. അമ്മേനെ കൊണ്ട് ചീപ്പിക്കില്ലേ കാരണം ഒരു വട്ടം കൈ വേദന വന്നിട്ടുള്ള വേദന അറിഞ്ഞിട്ടുള്ളത്. കുറച്ച് നേരം വൈകില്ലേ അതിന്റെ പിണക്കണി കാണുന്നത്. വേണമെങ്കിൽ വാരി തന്നോ ഞങ്ങള് തിന്നാന്ന്. നമ്മുടെ സുന്ദരിച്ചിരയുടെ ഭംഗി നോക്കിയേ, കണ്ട തണ്ടിന്റെ ഭംഗി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, നമുക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ന് നല്ല മഞ്ഞുണ്ട് കേട്ടോ രാവിലെ. പിന്നെ ഇവിടെ നമുക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കല്യാണം ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു കല്യാണമാണ്. ഇവിടെ അളിയൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ പോകണം. പക്ഷേ നമുക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറങ്ങണമെങ്കിൽ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പോൾ ആദ്യം വേഗം പറമ്പിലേക്ക് ഇറങ്ങി നനയ്ക്കാൻ. പിന്നെ അത് മാത്രമല്ല ഇട ദിവസമാണ് കല്യാണം. അപ്പോൾ ഷായേട്ടനും എന്താ പറയുക പണിസ്ഥലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. ഷായേട്ടന് അങ്ങോട്ട് പോയി. പിന്നെ അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഷായേട്ടൻ നേരെ അവിടുത്തെ പറമ്പ് നനയ്ക്കാൻ പോകും. ഇവിടുത്തെ പറമ്പിലത്തെ നനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോക്കും. അപ്പം ചെയ്യട്ടോ വേഗം. നമുക്കുണ്ടല്ലോ കുറേ നേരത്തേക്ക് എനിക്ക് നനയ്ക്കാട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ ജന്തുക്കളുടെ ശല്യമുള്ള കാരണമാണ് നമ്മൾ അത്രയും നേരത്തെ എനിക്ക് നനയ്ക്കില്ല. ഇത്തിരി ഇള വെയിലൊക്കെ വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ നനയ്ക്കുള്ളൂ കേട്ടോ. നമ്മളുണ്ടല്ലോ ഇപ്പം നമ്മുടെ വിയറ്റ്നാമേറിലേക്ക് നനച്ചു തുടങ്ങിയിട്ടാ. പിന്നെ അത് മാത്രമല്ല ഇപ്പം നമ്മുടെ വിയറ്റ്നാമേറിൽ നമുക്കറിയാം ഇപ്പം ചക്ക ഉണ്ടായി തുടങ്ങിയിട്ട് ഇപ്പം എത്രയും മാസങ്ങളായി. ഇപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വലിയ പ്ലാവുമീൻ ചക്കയായി തുടങ്ങിയിട്ടാ. അത് ഞാൻ കാട്ടി തന്നെ ഉണ്ടായി നിൽക്കുന്നത്. നമുക്ക് കുറച്ച് ചീര അരിയണം. അരിഞ്ഞ് പോളോടുകൂടി കാട്ടി തരാം കേട്ടാ. പിന്നെ നമ്മുടെ നോക്കിയ ക്യാബേജ് മിക്കും ക്യാബേജ് ആയി തുടങ്ങിയിട്ടാ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇവരെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണേ. കൃത്യം നാലും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. കണ്ടോ ഇത് ക്യാബേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത് ഇപ്പുറത്തെ മേലത് ഇതിലൊക്കെ ക്യാബേജ് ആയി തുടങ്ങിയിട്ടുള്ളതാ. എല്ലാത്തിനും ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പോൾ ചീര അരിയട്ടെ. അമ്മയ്ക്ക് രാവിലെ ഏത് ചീര വേണ്ടതെന്ന് ചോദിച്ചു. നമ്മുടെ പറമ്പിൽ പലതരത്തിലുള്ള ചീരകളുണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു സുന്ദരി ചീര മതിയെന്ന്. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് പോകണം അങ്ങോട്ട്. നമ്മുടെ സുന്ദരിച്ചിരയുടെ ഭംഗി നോക്കിയേ, കണ്ട തണ്ടിൻ്റെ ഭംഗി. പേര് പോലെ തന്നെ ഭയങ്കര സുന്ദരിയായിട്ടാ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടമ കണ്ടോ,
ഇവർക്ക് നല്ല നിറച്ച് കൊമ്പ് ജില്ലയും വരും സുന്ദരി ചിരിക്കുന്നത്. ഈ ഒരു കട നോക്കി കഴിഞ്ഞാൽ അറിയാം അത്രയും ചില്ലകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷം വെച്ചിട്ട് വിത്ത് കൊഴിഞ്ഞിട്ട് അതിൻ്റെ തൈകൾ നട്ടുകൊടുത്തതാണ് ഇത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ കതിര് കൊഴിയാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതായിട്ട് ഇവരെ. കാരണം നമ്മൾ കതിര് ശേഖരിച്ച് വയ്ക്കുക വിത്ത് ശേഖരിക്കുക ചെയ്യൊന്നുമില്ല, ഇവിടെ കൊഴിയും. അപ്പോൾ അതിൻ്റെ തൈകൾ മുളയ്ക്കും, അങ്ങനെ പറിച്ച് നടായിട്ട് ചെയ്യാം. അതിന് ഞാൻ ചക്ക കാട്ടിയിടാന്ന് പറഞ്ഞില്ലേ, അത് കാട്ടിയതാട്ടാ. പിന്നെ നമ്മളോട് ചോദിച്ചിരുന്നല്ലോ പാൽച്ചീര ഉണ്ടോയെന്നുള്ളത്. ദേ പാൽച്ചീര തൈ നമുക്ക് അധികം മുളച്ച് കിട്ടിയിട്ടില്ല, ഒരു 5-6 തൈകളാണ് മുളച്ച് കിട്ടിയിട്ടുള്ളത്, ഒരു 5-8 തൈകൾ. അതിൽ നമ്മളത് കാരണം എന്താ ഈ ഒരു തൈയൊക്കെ ഇതേ ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതും ഇതേപോലെ നിർത്തിയിരിക്കുകയാണ് വിത്ത് കൊഴിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭയങ്കര പാൽച്ചീരയും കാണാം. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമര ഉണ്ടോയെന്ന്. ഇതാ അമര. അപ്പോൾ ഇതാ അമര ഉണ്ടായി തുടങ്ങി. ഇത് കുറ്റി അമരയാണ് കേട്ടാ. ഇതേ കണ്ട നിറച്ച് പൂവും കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അതേ ഉള്ളിൽ നോക്കിയാൽ പൊട്ടിക്കറ 2 പേരൊക്കെ ആയിട്ടുണ്ട്, ഉണ്ടാവുന്നുണ്ട്. തരാം നിങ്ങൾക്കുള്ളത് പോകാൻ. ഇവർക്ക് ദിവസം ചീര അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ടേ. അപ്പം എൻ്റെ കയ്യിൽ ഈ ചീര ഉണ്ടപ്പോൾ അവർക്കാന്ന് വിചാരം. ഇപ്പോൾ കൊണ്ടുവരാട്ടാ, എല്ലാവർക്കും ഇപ്പോൾ കൊണ്ടുവരാം. പ്ലാവുമ്പോൾ ചക്ക തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, കണ്ട നന്നായിട്ട് ചക്ക പൊടിഞ്ഞുണ്ട്. അതായത് നെറിയ വരെ ചക്കയുണ്ട്, അതാണ് കുഴപ്പം. കാരണം ഏറ്റവും മുകളിലേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ ഒരു വിധം മൂപ്പാകുമ്പോൾ തന്നെ വേഗം ഉണ്ട് വരും. ഇപ്പം ഉള്ളതൊക്കെ നല്ല ഇടിയൻ ചക്ക പാകമുള്ള ടൈമാണ്. അതിനേക്കാളും ഇത്തിരി ഉപ്പേരി പാകമുള്ളതും ആയിട്ടുണ്ട് കേട്ടോ. ആ രീതിയിലാണ് ഇപ്പോൾ 2 തരത്തിലാണ് നിൽക്കണം. ഇപ്പോൾ നമ്മുടെ കോഴിമക്കള് ചീരയ്ക്ക് വേണ്ടി നിൽക്കുക. അപ്പം ഈ ഒരു ചീര ഫുള്ള് നമ്മുടെ എന്താ പറയുക കഴിഞ്ഞു. അപ്പോൾ ഇന്നിത് ഫുള്ള് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരുവിധം വൈകുന്നേരം വരെ കൊത്തി കൊത്തി ഇരിക്കാനുള്ളതുണ്ടേ. ഒരു കെട്ടോടക്കട്ടെ കേട്ടാ, നമ്മുടെ കുട്ടികളെ അവിടെ നിൽക്ക്. അപ്പോൾ നമ്മുടെ എന്താ പറയുക അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു വിട്ടാൽ ഞാൻ വരുമ്പോഴേക്കും അമ്മ ദോശ, അതേപോലെ ഞാൻ ചീര അരിഞ്ഞ് കൊടുത്തത് അതെ തോരനൊക്കെ ഉണ്ടാക്കി, അതുപോലെ ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി അമ്മ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഞാൻ കുളിച്ച് റെഡിയായി പിന്നെ കല്യാണത്തിന് പോകും. അപ്പോൾ അമ്മയ്ക്ക് കൂട്ടിന് ഇന്നിപ്പോൾ മോനോട് ഇരിക്കുന്നുണ്ട്, അവരെ റിസപ്ഷനെ വരണുള്ളൂ. പിന്നെ അമ്മ പറഞ്ഞു ഇപ്പം പൊക്കോ, അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന്, എന്ത് കൊപ്ര പഴത്തിലും അങ്ങനെയുള്ള പണികളൊക്കെ അമ്മ ചെയ്യാമെന്ന്. പക്ഷേ അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലേ, കാരണം ഒരു വട്ടം കൈ വേദന വന്നിട്ടുള്ള വേദന അറിഞ്ഞിട്ടുള്ളത് അമ്മ. അതമ്മ മറന്നു. എന്നിട്ട് എന്തെങ്കിലും ചെവിക്ക് ഞാൻ ചെയ്യാമെന്ന് പറയുകയാണേ. അപ്പോൾ അത് ചെയ്യിക്കണില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിനി വേഗം പോകാൻ നോക്കൂട്ടാ. വാ ഞങ്ങൾക്കേ മീന് തീറ്റിട്ട് കൊടുക്കാനുള്ളവരൊക്കെ നിൽക്കണം കേട്ടാ. 2 പേര് ഒരു പടി കഷ്ണം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഓടി. വാ മേലിക്ക് വെള്ളം തെറിച്ചാ? മീമീരെ വെള്ളം തെറിച്ചോ മേലിക്ക്? റൊണാൾഡോ മോൻ്റെ മേലിക്ക് തെറിച്ചോ? കാറ്റിന് വേണ്ടി തെറിച്ചോ? നെയ്മർ കുട്ടാ അവിടെ നിന്ന് ഇറങ്ങ. ആ പൂ മണപ്പിച്ചിട്ടല്ലേ പൊന്നെ പൂ കൊഴിയണേ. റോസേമത്തെ ഒറ്റ പൂവില്ല, ഇവർക്ക് മണപ്പിക്കില്ല പണി. അത് കാരണം നമ്മുടെ ഫിഷ് ടാങ്കിന് മുകളിലത്തെ റോസേമയ്ക്ക് എപ്പോഴും പൂ നന്നായി നിൽക്കും. ഇവിടെ താഴ്ത്തി വെച്ചിട്ടുള്ള റോസേമത്തെ പൂവ്
ഇവരെ മണപ്പിച്ച് എന്താണ് ഒക്കും കൊഴിഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അതേ അമ്മയുടെ കുട്ടികളില്ലേ, അമ്മ ഒന്ന് പുറത്തേക്ക് പോവാണ്. നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. കേട്ടാ? എന്നിട്ട് വരുമ്പോൾ അമ്മ നല്ല കുട്ടികളായിട്ട് ഇരുന്നാൽ വീണ്ടും ഈ ബിസ്ക്കറ്റൊക്കെ തരുന്നുണ്ട്. കേട്ടല്ലോ? നെയ്മർ കുട്ടാ, ഡാ ഇപ്പുറം വാടാ. നെയ്മറെ ഇപ്പുറത്തേക്ക് വാ. കല്യാണി നോക്കണേ. എന്നാ കല്യാണി കുട്ടിക്ക്, കല്യാണി കുട്ടിയല്ലേ ഇവിടെ നോക്കണ്ട ആള്. ഇരുന്നോളട്ടെ നല്ല കുട്ടികളായിട്ട്. പറഞ്ഞില്ലേ നല്ല കുട്ടികളായിട്ട് ഇരുന്ന് ഞാൻ പാപ്പ തിന്നും. ഓന് കഴിച്ചാ? അമ്മയുടെ പൊന്ന് കഴിച്ചാ? അപ്പോൾ നമ്മളിതാ കല്യാണത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോട്ടമ്മേ. അങ്ങനെ കുറച്ച് വൈകിട്ടേലും നമ്മളിതാ കല്യാണ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ അളിയൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മേരെ കൂടെ നിന്ന് ആദ്യം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അമ്മേരെ അടുത്തിരുന്നു കേട്ടോ. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എൻ്റെ മാത്രമല്ല എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ. കാരണം വേറെ ഒന്നല്ല, നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവരും ഒരു സ്ഥലത്ത് കാണാൻ പറ്റുക, കാരണം എല്ലാവരോടും സംസാരിക്കാൻ പറ്റുക. ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് പോയാൽ അതേപോലെ തന്നെയാണ് നമ്മളെ വേണ്ടപ്പെട്ട എല്ലാവരും കാണാനും അതേപോലെ തന്നെ അവരോട് സംസാരിക്കാനുള്ള സമയം മാക്സിമം ഞാൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേര് അക്ഷയ്, പിന്നെ ഗോപിക എന്നാട്ടോ. അത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ഗോപികുട്ടിയുടെ അമ്മയാണ് സിന്ധു. അപ്പോൾ സിന്ധുവിനോട് സംസാരിക്കാനൊക്കെ പറ്റി. പിന്നെ ഞങ്ങൾ അളിയനും പ്രീതിനെ അന്വേഷിച്ചടക്കായിരുന്നു. അങ്ങനെ അളിയൻ പ്രീതി, അതേപോലെ തന്നെ അളിയൻ്റെ മൂത്ത പെങ്ങളുടെ മകള് സുമയാണ് കേട്ടോ കൂടിയുള്ളത്. പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഈ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ പുത്തൂര്, അതായത് അരുവിമംഗലം പുഴയോരത്തായിരുന്നു കല്യാണം. അപ്പോൾ നല്ല സീനറി, നല്ല രസമായിട്ടോ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പോഴേക്ക് നമ്മുടെ അളിയൻ്റെ പെങ്ങളുടെ മക്കളുടെ മക്കളും അതേപോലെ ചേട്ടൻ്റെ മകളുടെ മക്കളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ വന്ന് അവരായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വിജയലക്ഷ്മി ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് എന്നെ കണ്ട് മനസ്സിലായപ്പോൾ എന്താണ് ചേച്ചിയുടെ ഫാമിലിയാണ് കേട്ടോ തൊട്ട് നിൽക്കുന്നത്. പിന്നെ ഇത് അളിയൻ്റെ പെങ്ങളുടെ മക്കൾ, അതേപോലെ പെങ്ങളുടെ മോൻ്റെ വൈഫ്, ചേട്ടൻ്റെ മകളൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഷായൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ കല്യാണ പെൺകുട്ടി ഗോപികയുടെ അച്ഛനമ്മയും അജിലും സിന്ധും. പിന്നെ അളിയൻ്റെ രണ്ടാമത്തെ പെങ്ങളും ഹസ്ബൻഡാണ് കേട്ടോ. പിന്നെ എന്നെ അവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആകർഷിച്ച ഒരു സംഭവം ഞാൻ എന്താണെന്ന് പറയും, സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തല്ല എൻ്റെ ഇതിൽ എന്താ പറയുക, എൻ്റെ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇത്രയും നല്ലൊരു സദ്യ, ഇത്രയും കറികൾ കൂട്ടിയുള്ളൊരു സദ്യ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സദ്യ എന്ന് തോന്നി ചില നിമിഷം കൂടിയാണ്. കാരണം ഓരോ കറിക്കും പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് എണ്ണം കൂടുതലിൻ്റെ അല്ല പ്രത്യേകത, പക്ഷെ കറിയുടെ ടേസ്റ്റ് അതെടുത്ത് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും നന്നായിട്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് സദ്യ കഴിച്ച് അവിടെ നിന്ന് എണീറ്റത്. കാരണം കൂർക്കപ്പേരി തൊട്ട് നാളികേര ചമ്മന്തി വരെ ഉണ്ടായിരുന്നു. അത്ര അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അളിയൻ്റെ ചേട്ടനാണ് കേട്ടോ. അതേപോലെ തന്നെ അളിയൻ്റെ ചേട്ടൻ്റെ മരുമകളാണ് പിങ്ക് സാരി എടുത്തത്. പിന്നെ അവളുടെ നാത്തൂനും ഹസ്ബൻഡും, പിന്നെ നമ്മുടെ കൺമണിക്കുട്ടി, പിന്നെ ആവണിയുടെ അച്ഛനും അമ്മയാണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് അളിയൻ്റെ മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഇനി റിസപ്ഷന് പോകണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാണങ്ങളുടെ കാര്യങ്ങളൊക്കെ വേഗം കഴിക്കണം. നോക്കിയിരിക്കണ്ടാവും നമ്മൾ വരുന്നത്.
ബസ്സിക്കുട്ടാ ബസ്സിക്കുട്ടാ ബോൾട്ട് മാമ കല്യാണി മാമുണ്ടപ്പാ മാമുണ്ട ഓടിയോ ഓടിയോയ്യാ മറന്നോണ്ടവാ എൻ്റെ പോണേ എല്ലാവരും പണങ്ങിയിട്ട് കുറച്ച് നേരമല്ലേ വൈകിട്ടുള്ളൂ വയ്യോ കാലത്ത് പാലൊക്കെ കുടിച്ചതല്ലേ വാ പാട് പൊന്നേ നെയ്മറ് ബസ്സിക്കുട്ടേ നെയ്മറ് വാ നെയ്മറും ബോൾട്ട് പോലും കുറച്ച് പണിങ്ങിരിക്കുക ഇത്തിരി നേരം വൈകണ്ട വായോ നമ്മളെ പൊന്ന് തിന്നേ തിന്നേ ഫ്ലാറ്റിന് പോലെ വേണോ കണ്ടോ ഇവിടെ ബോൾട്ട് പോനെ പിണക്കം നേരെ വൈകുന്നവന് മാമുണ്ണാനായിട്ട് ഒന്ന് പാല് കൊടുത്തല്ലേ തിന്നുള്ളൂ എന്ന് എൻ്റെ മോനെ വാരി തരണ്ട എന്നാ എൻ്റെ മോന് കഴിച്ചോണ്ടാ എന്നാ എൻ്റെ മോനും തരാം നമ്മുടെ മർഡോണ മോൻ ഇപ്പം നല്ല മോനായിട്ട് കഴിച്ചിട്ടുണ്ടല്ലേ എന്നാ ഇത്തിരി മാമുട്ടാൻ വേണ്ടിയെന്ന് ഇങ്ങനെ എൻ്റെ ബോൾട്ട് മോനാണ് നമ്മളതേ കുറച്ച് നേരം വൈകില്ലേ അതിന്റെ പിണക്കണി കാണുന്നത് വേണമെങ്കിൽ വാരി തന്നോ ഞങ്ങൾ തിന്നാന്ന് ഫ്ലൈറ്റിന് കൂട്ട മാമുണ്ടാ മുഴുവൻ മാമ കഴിച്ച ഫ്ലൈറ്റിന് കൂട്ടാ ബസ് കൂടെ കഴിച്ചിട്ടില്ലേ വയറ് നിറച്ച് ഞാൻ നോക്കട്ടെ വന്നിട്ട് കഴിച്ചിട്ടുണ്ടോന്ന് അല്ലെങ്കിൽ വാരി തരൂട്ടാ കല്യാണി കഴിച്ചാ വലിയ വായി തുറക്ക് കണ്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ആ കുറച്ച് നേരം വൈകിൻ്റെയാണ് ഈ വാശി ബോൾട്ട് മോനാട്ടാ ഇങ്ങനെ ഒരു പിണക്കം ഇടയ്ക്ക് വാരി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ നല്ല മോനായിട്ട് മാമുണ്ട് ഇങ്ങനെ നല്ല മോനായിട്ടാ പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പറമ്പൊക്കെ നനച്ചു പക്ഷേ നമ്മൾ ഫ്രണ്ടിലെ ചെടികൾക്കൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ നനയ്ക്കാൻ വേണ്ടി നിന്നു പിന്നെ ഈ ചെടികൾ നനയ്ക്കുന്ന സമയത്താണ് നമ്മുടെ സിംബോട്ടിനെ താഴേക്ക് ഇറക്കുക അതിനാണെങ്കിൽ അത് ഏറ്റവും പ്രതീക്ഷയിലുള്ളൊരു കാര്യമാണ് കാരണം താഴേക്ക് വരാന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറക്കി ചെടികളൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ നിന്നിട്ടാ അല്ലുമണിയെ നമ്മുടെ അല്ലുമണി ഇതിൻ്റെ ഉള്ളിലിരിക്കണ്ടിട്ടാ സിംബുട്ടിനെ അവിടെ നനയ്ക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ടപ്പോ നമ്മൾ ഒളിച്ചിരിക്കുക അല്ലുമണി തൂക്കിടണി ഇരുന്നോട്ടെ അല്ലുമണിയെ ഒരു പൊന്നോട് ഇന്നോളൂ കേട്ടോ ഇരുന്നോട്ടാ ചായയെ അമ്മ ഉണ്ടാക്കി കൊടുക്കൂ പക്ഷെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ കൂടെ വേണം അവർക്ക് ചായ കൊണ്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ആ സ്ഥലത്തുള്ള പണികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ സന്തോഷമായിട്ട് ഞങ്ങളുടെ പേളിക്കുട്ടി ഇത് പേളിക്കുട്ടിക്കല്ല കേട്ടാ ചായ ഇവിടെ വയ്ക്കാം നീക്കി വയ്ക്കട്ടെ നമ്മുടെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ചേമ്പ് മഞ്ഞളൊക്കെ നട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഓരോ കുഴിയൊക്കെ എടുക്കുമ്പോഴും അതേപോലെ കളയ്ക്കുമ്പോഴൊക്കെ നോക്കിയേ മഞ്ഞൾ കിട്ടിയിട്ട് അവരത് പറിച്ച് നീക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ടാവും നമുക്ക് അതേപോലെ തന്നെ നോക്കിയേ ചേമ്പ് നല്ല മണിമണി ചേമ്പുകളാണ് നല്ല
കറുത്തുള്ള ചെമ്പുകളാ, അതൊക്കെ പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ടൈല് പണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ നിരപ്പ് ഭാഗം ഇവിടേക്ക് ആയിട്ട് ടൈല് പതിക്കാനാണ് കേട്ടോ ഇപ്പോൾ ശരിയാക്കണത്. അതിനുള്ള പണികളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ അവിടുത്തെ കുറച്ച് പണികൾ കഴിഞ്ഞിട്ടുണ്ട്, അത് കാട്ടിത്തരാം. പിന്നെ നമ്മുടെ ഈ തറയുടെ ചുറ്റും നമ്മൾ ടൈല് വിരിച്ചു കൂട്ടാ. സൈഡും മോൾ വശമൊക്കെ വിരിച്ചിട്ടുണ്ട്. പനി ഉണ്ട് ഈ ടൈലുമ്മേ. ഇവർക്ക് കൂടെ ഉപ്പൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മേല് കോറുന്നത്ര. അങ്ങനെ ഈ ഒരു തറയുടെ ഭാഗം, അതേപോലെ ഇപ്പുറത്തെ ഈ ഒരു തറയുടെ ഭാഗം ടൈല് വിരിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയിട്ടുള്ള നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ പാർക്കിൻ്റെ പണി കുറേ പേര് നിർത്തി അങ്ങനെ ഒരുമിച്ച് പണിയാൻ പറ്റുന്ന പണികളല്ലാത്ത കാരണമാണ് ഇത്രയും നീണ്ടു പോണേ. അത് എന്നും പണിക്കാരും ഉണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ചായക്കും കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും കല്യാണ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. പേളിക്കുട്ടി ഇങ്ങനെ പിന്നാലെ ഓടി നടക്കുക. നമ്മളിങ്ങനെ കാലത്ത് പോവാ വരിക, പിന്നെയും പോവാ വരിക, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അവള് തീരെ പിന്നീന്ന് മാറുന്നില്ല. പേളിക്കുട്ടിയെ നല്ല സുഖമുണ്ട് അതിനുള്ളിൽ കിടക്കേ. കിടന്നോട്ടാ. ഇനി നമ്മളിതാ റിസപ്ഷന് പോവാട്ടാ. അപ്പം അമ്മ പാനീയം വരും അമ്മേരെ അടുത്തിരിക്കാനായിട്ട്. ടൈസും കൂട്ടാ, ടൈസും കൂട്ടി ഇവിടെ ഇരുന്നോളോട്ടാ. ഇവിടെ ഇരുന്നോളോട്ടെ. ഇപ്പം വരാട്ടാ. ഇപ്പം വരാട്ടാ. അമ്മ അപ്പം വരാം. അല്ലു പിന്നെ റിസപ്ഷൻ ഉണ്ടായിരുന്നത് കാക്കത്തുരുത്തി ഗ്രേസ് ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അധികം വൈകിയില്ല, എന്നാലും കുറച്ച് അത് നമ്മുടെ സ്ഥിര സംഭവമായ കാരണം അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെന്നത് ഇത്തിരി കൂടി നേരത്തെ ആണെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ ഫാമിലി ഫോട്ടോ നല്ല രീതിയിൽ എടുക്കായിരുന്നു. കുറച്ച് അകലിൽ നിന്ന് എടുത്ത് അതിൻ്റെ ഒരു തെളിച്ച കുറവുണ്ട്. പിന്നെ അളിയൻ്റെ മൂത്ത പെങ്ങളുടെ മകളുടെ ഹസ്ബൻഡ് ഡിവിജാണ് കേട്ടോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളിതാ സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ ഷായൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് എൻ്റെ രണ്ടാമത്തെ മകൻ അർജുൻ. പിന്നെ അനിതേച്ചിയുടെ ഫാമിലിയാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ടാട്ടോ അനിതേച്ചിക്ക് എന്നെ പരിചയം. പിന്നെ ശാന്തിച്ചും ഹസ്ബൻഡും ശാന്തിച്ചിക്കും എന്നെ വീഡിയോ കണ്ടിട്ടുള്ള പരിചയം തന്നെയാണ് കേട്ടോ. പിന്നെ ഗോപികുട്ടിയുടെ മാമനും അമ്മായിയും മകളുമാണ് കേട്ടോ. കുട്ടിയെ അയച്ചിടാ, നമ്മളെ വരണത് നോക്കി നിൽക്കണതാണ്. ശരി കേട്ടാ. ടൈസറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അവൻ നേരത്തെ ഉറങ്ങില്ലേ? ടൈസൺ ഉറങ്ങിൻ്റെ, ആംബ്രൂസ് കൂട്ടിന് ഉറങ്ങി. നമ്മളിതാ കല്യാണം കഴിഞ്ഞ് എത്തിയിട്ടാ. ഇപ്പോൾ ഒരു സമയം 10:30 ആയിട്ടുണ്ട്. കുറച്ച് വഴി ഉണ്ടായിരുന്നു, നമുക്ക് 1 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ വീട്ടിലേക്ക്. അപ്പോൾ അമ്മയ്ക്ക് കൂട്ടിനെ നമ്മൾ വൈകണ കാരണം എന്തേ അനിയനും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അനിയൻ അപ്പോൾ വീട്ടിൽ പോവും അങ്ങോട്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഇനി ചെയ്യണം. നമ്മുടെ കുട്ടിപ്പട്ടാൾക്ക് ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇരുന്ന ഇവരുടെ സ്നേഹം. കുട്ടിയുടെ അടുത്തേക്ക് വന്നില്ലേ? ഫ്ലൈറ്റിന് മോനെ കല്യാണം ഓടി വന്ന് സ്ഥലം പിടിച്ചു മടി. എൻ്റെ മോനെ എൻ്റെ മോൻ നല്ല മോനായിട്ടിരുന്നില്ലേ? ആ കല്യാണിക്കുട്ടി നല്ല മോളായിട്ടിരുന്നു. എൻ്റെ മോനാണ് ഏറ്റവും നല്ല മോനായിട്ടിരുന്ന് നോക്കണേ അല്ലേ? ബാക്കി അവരൊക്കെ ഓടി നടക്കായിരുന്നു. ആണോ? എൻ്റെ മോൻ നല്ല കുട്ടിയായിട്ടിരുന്നു. അപ്പോൾ കല്യാണിയോ? എൻ്റെ മോനാണ് നല്ല മോൻ. അയ്യോ എൻ്റെ മോനാണ്. ഫ്ലൈറ്റിന് മോൻ നല്ല മോനായിരുന്നു. വേറെ ആരും നല്ലതെന്ന് പറയരുത്. കല്യാണി നല്ലതെന്ന് പറയണ? വേണ്ട, പറയില്ലേ. കല്യാണി നല്ലതല്ല, എൻ്റെ മോനെ നല്ലത്. നമ്മുടെ ഫ്ലൈറ്റിന് മോൻ തന്നെയാ കേട്ടോ നല്ലത്. മറ്റൊരു കുറുമ്പന്മാരായിരുന്നോ? റൊണാൾഡോ നീ കുറുമ്പനായിരുന്നോ? അല്ല, റൊണാൾഡോ കുറുമ്പനല്ലായിരുന്നു, പാവമായിരുന്നു അവൻ. അല്ലല്ല, എൻ്റെ മോനെ നല്ല മോനായിരുന്നു. ഇവനെ വേറെ ആരും നല്ലതെന്ന് പറയണത് ഇഷ്ടമല്ല, ഇവൻ മാത്രം നല്ലത് പറയാൻ പാടില്ല. കല്യാണിനെ പറയട്ടെ. കല്യാണി നീ നല്ലതായിരുന്നോ? അല്ലല്ല, കല്യാണി നല്ലതല്ല, എൻ്റെ മോനെ നല്ലത്. എൻ്റെ മോനാണ് നല്ലത് കേട്ടോ. എൻ്റെ മോൻ നല്ലത്, കല്യാണി നല്ലതല്ല. എൻ്റെ മോൻ തന്നെയാണ് നല്ലത്. കല്യാണി കണ്ട കുറുമ്പിപ്പെണ്ണായിട്ട് നോക്കി ഇതിൽ കയറി കിടക്കണേ. കുറുമ്പിപ്പെണ്ണ എൻ്റെ മോനാണ് പൊന്നു. അമ്മയുടെ സുന്ദരൻ കണ്ട അവരൊക്കെ അവിടെ ഓടി നടക്കണേ. എൻ്റെ മോൻ ഓടി വന്നു അമ്മയുടെ അടുത്തേക്ക്. നല്ല മോനായി കാരണല്ലേ? അമ്മയുടെ സുന്ദരൻ അവൾ കിടക്കണോക്ക് സ്ഥാനം പിടിച്ചിട്ടല്ലേ പൊന്നു.
നല്ല കുട്ടിയായിട്ട് ചമഞ്ഞ് കിടക്കല്ലേ അവള്. എൻ്റെ മോൻ തന്നെ, എൻ്റെ മോനാണ് നല്ലത്. വിളിച്ച് വെറുതെ കിടക്കുക. ബോൾട്ടേ ബോൾട്ടേ ഇവിടെ പ്ലാറ്റിനി മോനാട്ടത്, സുന്ദര മോനാണ് കേട്ടാ. ഇവിടെ സുന്ദര മോൻ. ഇവള് സുന്ദരിയാണോ? ഇവള് സുന്ദരിയല്ല, ഇവള് സുന്ദരിയല്ല. എൻ്റെ മോൻ മാത്രം സുന്ദരൻ. അത് ചക്കരക്കുട്ടനല്ലേ, അത് ചക്കരക്കുട്ടനല്ലേ, അത് പഞ്ചാരല്ലേ. മുത്ത് 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 മുത്ത്. ശരി ശരി, അമ്മയുടെ മുത്തന്നെ. ബോൾട്ടേ ബോൾട്ടിന് വിളിക്കണ്ടേ? ആരും വിളിക്കണ്ട, എൻ്റെ മോനെ മാത്രം. ഇവരടുത്തിരുന്നല്ലേ നമ്മുടെ സമയം പോണതോ ഒന്നും അറിയില്ല കേട്ടോ. അത്രേ സമയം ഇരിക്കാൻ തോന്നും. ബോൾട്ട് മോനെ. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. എല്ലാവരും ഇതേ ഓരോ ഭാഗത്ത് കളിയൊക്കെ ആയിട്ടിരിക്കണേ. പിന്നെ ഇവരൊക്കെ എന്താ പറയുക, ഇത്തിരി നേരം കൂടി ഇവരടുത്തിരുന്ന് അല്ലേ ഇരിക്കും. ഞങ്ങളിട്ട് കുറച്ച് കൂടി നേരം വേണ്ട. ഫ്ലാറ്റിന് മോനെ ആരും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല, എൻ്റെ മോനെ മാത്രം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ ഷായൻ്റെ അടുത്ത്, ഷായട്ടിന് വന്നിട്ട് നല്ല തന്നെയാണ്. ഇങ്ങനെ ഇരിക്കും എല്ലാവരും. ഇപ്പം ഇതാ മർഡോണയ്ക്ക് ഇതേ നമ്മുടെ സ്റ്റൂളിന്മേലെ കടിയെ പല്ലിങ്ങനെ അരിക്കലാണ് അവർക്ക്. അപ്പം ഇന്നത്തെ മർഡോണ മോനെ എന്താ ചെയ്യണേ? പല്ലരിച്ചരിച്ച സ്റ്റൂളിൻ്റെ കടയൊക്കെ ഒരു രൂപമാക്കി കടിച്ച്. ബീഫിൻ്റെ എല്ലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കൂട്ടാ. അതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ല്, നല്ല വലിപ്പമുള്ള എല്ലുകളൊക്കെ നമ്മൾ മേടിച്ചിട്ടൊക്കെ കൊടുക്കുക. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലൊക്കെ അതായിട്ട് കടിച്ച് കുഞ്ഞിതാക്കും അവർ. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.